അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂഫി ഗാനങ്ങൾ ധാരാളം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നല്ല രസമുള്ള പാട്ടുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും ആ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചവരാണ്. ഇപ്പോഴും അത് കേൾക്കുന്നവരുണ്ട്, അത് പാടുന്നവരൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാട്ടുകൾ നമ്മളൊരു പക്ഷേ അതിൻ്റെ അർത്ഥം, ആ പാടുന്ന വരികളുടെ അർത്ഥം ചിന്തിക്കുമ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളുമാണോ ഇതിൽ പാടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ആ രൂപത്തിലുള്ള ചില വരികളാണ്. ഭ്രാന്തായാൽ എന്ത് സുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള വരികളാണ് അതിൽ പാടുന്നത്. അപ്പോൾ സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്താണ് നമുക്ക് ഭ്രാന്തല്ലാത്തൊരവസ്ഥയേക്കാൾ നല്ലത് ഭ്രാന്തനായാൽ നമുക്കൊന്നും വേണ്ട, നിസ്കാരം വേണ്ട, മറ്റുള്ളത് വേണ്ട, ആ നിലക്ക് ചിന്തിക്കും സാധാരണക്കാരായ ആളുകൾ. പക്ഷെ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ എഴുതിയ ആൾ വേറെ പല അർത്ഥങ്ങളും അതിന് നമ്മൾ സാധാരണക്കാരനായ ഒരാൾ ചിന്തിക്കാത്ത തലത്തിലേക്കായിരിക്കില്ല അതിൻ്റെ അർത്ഥം വരുന്നത്. വേറെ പല വലിയ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് മനസ്സിലാകാനും കഴിയും. അപ്പോൾ കേൾക്കുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പാട്ടായിട്ട് കേൾക്കുക. പാട്ടിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. ഇത്തരം പാട്ടുകളിൽ നിന്ന് നമ്മളൊരിക്കലും പാട്ടിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുക, ഒരു എൻ്റർടൈൻ ചെയ്യുക എന്നത് അല്ലാതെ ഒഴിച്ച് നമുക്കൊന്നും പ്രത്യേകിച്ചും ചെയ്യാനില്ല. ഈ പാട്ടുകൾ സത്യത്തിൽ പഴയകാലം മുതൽക്ക് തന്നെ ഉണ്ട്. പഴയകാലം മുതൽക്ക് എന്ന് പറയാനുള്ള കാരണം നമ്മളൊക്കെ ഉസ്താദുമാർക്ക് അറിയാൻ പറ്റും. ദർസിൽ പഠിക്കുന്ന സമയത്ത് ഈ ബൈത്ത് കിതാബുകളുണ്ടാവും. ഗ്രാമർ പഠിപ്പിക്കുന്ന ബൈത്ത് കിതാബുകൾ ഒരുപാടുണ്ട്. അതിൽ ഉദാഹരണം അൽഫിയ, അതുപോലെ തന്നെ തഖ്വീമുൽ ലിസാൻ, അറബി ഗ്രാമർ പഠിപ്പിക്കുന്ന കിതാബുകളിലൊക്കെ ഈ ബൈത്തുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള ചില 2 വരി 4 വരി ബൈത്തുകളൊക്കെ ഇങ്ങനെ അവർ ഇടയ്ക്ക് കൊടുക്കും. അതെന്തിനാണത്? പറയുന്ന ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്ക് വേഗത്തിൽ പാട്ടിലൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാമർ ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ നിയമം പഠിക്കലാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പോൾ ഉസ്താദുമാർ, ക്ലാസ് എടുത്ത് തരുന്ന ഉസ്താദുമാർ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ അർത്ഥം വളരെ മോശമായ രീതിയിലുള്ള അർത്ഥമായിരിക്കും. ഷായറും ബൈത്ത് എന്നാണ് അതിന് പറയാറ്. അപ്പോൾ അർത്ഥം വളരെ മോശം രീതിയിലുള്ള ഡബിൾ മീനിങ്ങും അല്ലെങ്കിൽ വളരെ മോശം ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഉസ്താദുമാർ തന്നെ അപ്പോൾ പറയും, അന്ന് നമുക്കത് മനസ്സിലാകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഉസ്താദുമാർ തന്നെ പറയും ചിരിച്ചുകൊണ്ട്, നിങ്ങൾ അർത്ഥമൊന്നും അതിൻ്റെ ആശയം നിങ്ങൾ നോക്കൊന്നും വേണ്ട, അതിൽ പറയുന്ന സംഗതി ഇന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? ഈ പറഞ്ഞ കാര്യം ഗ്രാമറാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകൂടെ കാര്യം പെട്ടെന്ന് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പാട്ടുകൾ കൊടുത്തിട്ട് ആ പാട്ടിൽ ഈ നിയമങ്ങളും കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ആ നിയമം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പാട്ട് നിങ്ങളാരും അത് പാടി നടക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെച്ച് അതിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ട എന്ന് പ്രത്യേകം ഉസ്താദുമാർ ഓരോ ബൈത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈത്തുകളുണ്ടാവും എന്ന് ഉസ്താദുമാർ തന്നെ അന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ പഴയ കാലം മുതൽക്ക് തന്നെ ഇത്തരം പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉത്ഭവം ചില ഉസ്താദുമാരൊക്കെ പറയും, ഇത് ഈ പഴയ കാലത്ത് ഈ അതുപോലെ തന്നെ കൈസ് ലൈല മജ്നുവിനെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആളുകളെ പേരൊക്കെ ഞാൻ ഇപ്പം മറന്നു. അപ്പോൾ ഇവർ ഈ ഓരോരോ പെണ്ണുങ്ങളെ സൗന്ദര്യം കൂടിയ പെണ്ണുങ്ങളെ പ്രേമിക്കുകയും പ്രണയിക്കുകയും അങ്ങനെ ആ പ്രണയം പിന്നീട് ആ പെണ്ണ് അവളെ ഇവനെ ഒഴിവാക്കി പോകുക, അല്ലെങ്കിൽ ആ സ്ത്രീ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ സ്ത്രീയെ പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു വേദനയിൽ ഇയാൾക്ക് മനോവിഷമുണ്ടാവുകയും ഭ്രാന്താവുകയും ഈ ഭ്രാന്തിൻ്റെ പുറത്ത് ഈ ആളുകൾ പാടി നടക്കുന്ന പാട്ടുകളായിരുന്നത്ര പിന്നീട് ഈ ഷായറും ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ ഉസ്താദുമാർ തന്നെ പറഞ്ഞുതരും. ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ അതും ഇതും ഒക്കെ അടിച്ച് കയറ്റിയിട്ട് കള്ളു കഞ്ചാവൊക്കെ അടിച്ച് കയറ്റിയിട്ട് പാടുന്ന പാട്ടുകളെ പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന പാട്ടുകളായിരുന്നു അന്നവർ പാടിയിരുന്ന. അന്ന് സാധനങ്ങൾ വലിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് അവർ അതൊക്കെ പെണ്ണുങ്ങളെ സ്നേഹിച്ചു, ആ പെണ്ണുങ്ങൾ പിന്നീട് ഇവരെ ഒഴിവാക്കി തേച്ചിട്ട് പോയി എന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ പറയും. എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ഇവർക്ക് പിന്നെ ഒരു മാനസിക നില തെറ്റാണ്, ഭ്രാന്താവാണ്. അങ്ങനെ ആ ഭ്രാന്തിൻ്റെ പുറത്ത് പാടുന്ന പാട്ടുകൾ പണ്ട് മുതൽക്ക് തന്നെ ഉണ്ട്, കിതാബുകളിലുണ്ട്. ഇതൊക്കെ ഉസ്താദുമാർ പറയുന്ന കാര്യമാണ്. പാട്ട് അതിൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി,
അത് എന്താണ്, അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്, അത് പഠിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം പാട്ടുകൾ പിന്നാലെ നമ്മൾ പോകരുത്. ഇത്തരം പാട്ടും പാടി നടന്നിട്ട് ചിലപ്പോൾ അതിൽ നിസ്കാരം വേണ്ട, അല്ലെങ്കിൽ നിസ്കാരത്തിനൊക്കെ വില കുറച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണ് ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഒരു പക്ഷേ എഴുതിയ ആൾക്കേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കുള്ള ദീനും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ സൂഫി പാട്ടുകളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൂഫികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംശയമുള്ളൊരു കാര്യം പോലും അവരുടെ ജീവിതത്തിൽ, അതായത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ളൊരു കാര്യം പോലും ചെയ്യാൻ പേടിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും അകന്ന് നിൽക്കുന്ന അത്രയും വലിയ സൂക്ഷ്മതയുള്ള ആളുകളാണ് സൂഫികൾ എന്ന് പറയുന്നത്. ആ സൂഫികളുടെ പേരിൽ ഇത്തരം പാട്ടുകളൊക്കെ പാടിയിട്ട് നമ്മൾ നടക്കുമ്പോൾ സൂഫികൾ എവിടെ കിടക്കുന്നു, ഈ പാട്ടും പാടി നടക്കുന്ന ആളുകൾ എവിടെ കിടക്കുന്നു? സൂഫികളായത് എങ്ങനെയാണ്? അവരൊക്കെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അത്രയും ഇബാദത്തും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് അവരാ വലിയ പദവിയിലേക്ക് എത്തിയത്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ സൂഫികളെ പാട്ടും പാടി നടന്നതുകൊണ്ടൊന്നും സൂഫി ആകൂല. അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടും അധ്വാനവുമുണ്ട്. അതൊന്നുമില്ലാതെ നബിനെല്ലാവരും അന്നത്തെ സൂഫിയാക്കൾക്ക് അത് ചെയ്താൽ മതിയായിരുന്നല്ലോ, കുറച്ച് പാട്ടും പാടി നടന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ സൂഫികളെക്കുറിച്ചൊക്കെ ധാരാളം തസവുഫ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. വെറും പാട്ടുപാടലും അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകലും അല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്ത് പടച്ച റബ്ബിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഒരാൾക്ക് സൂഫി എന്ന് പറയുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ കുറച്ച് താടിയും വലുതാക്കി, പിന്നെ അവർ ചിലപ്പോൾ 4-5 പേരിലും ഒരു മോതിരം ഇടും, പിന്നെ വലിയ കുപ്പായം ഉണ്ടാവും, വലിയ കണ്ണാട ഉണ്ടാവും, വലിയൊരു തൊപ്പിയൊക്കെ ഉണ്ടാവും, നമ്മൾ ആൾക്കാർ വെക്കുന്ന പോലെ തൊപ്പി. അതൊക്കെയാണ് സൂഫിസത്തിൻ്റെ ഒരു ചിഹ്നം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു സിമ്പൽ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സിമ്പലും കുറച്ച് പാട്ടും പാടി നടന്നു കഴിഞ്ഞാൽ സൂഫിയായി എന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. അവർ ആ പദവിയിലേക്ക്, സൂഫി എന്ന പദവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പാട്ടുപാടി കൊണ്ടൊന്നും എത്തൂല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് താടി വലുതാക്കി, മുടി വലുതാക്കി, വലിയൊരു തൊപ്പിയും വെച്ച് 4-5 കൈമ്പലും എന്താണ് മോതിരിടാൻ ആരെ കൊണ്ടാണ് കഴിയാത്തത്? എല്ലാവരെ കൊണ്ടും കഴിയും. താടി വളർത്തിയാൽ മതി, വെട്ടാതിരുന്നാൽ മതി, മുടിയും വെട്ടാതിരുന്നാൽ മതി. പക്ഷെ അതല്ല, അത് അവിടെ ചെയ്യുന്ന കുറച്ച് ഇബാദത്തുകളും കാര്യങ്ങളുണ്ട്, കുറച്ച് അധ്വാനിക്കാനുണ്ട്, കഷ്ടപ്പാടുണ്ട്. അതാരും ചിന്തിക്കണില്ല. ഈ പാട്ട് പാടുന്നവരൊക്കെ സൂഫികളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് സൂഫിസം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ ചില ആളുകൾ തന്നെ ഇത്തരം ആളുകളുടെ പിന്നാലെ കൂടെ നടക്കണം. എന്നിട്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇപ്പോൾ അടുത്ത് എനിക്ക് തന്നെ ഇതുപോലെ അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ കുറച്ച് ആളുകളുടെ പിന്നാലൊക്കെ നടന്നിരുന്ന ഒരു കൂട്ടുകാരൻ, കുറേ മുമ്പാണ് ആ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഒരു യാത്ര പോയപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം ഞാൻ പറഞ്ഞു നമുക്ക് നിസ്കരിച്ചിട്ട് ഇനി പോവാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവരും വന്ന് നിസ്കരിച്ചു എൻ്റെ കൂടെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ പറയാണ്, നമ്മുടെ നിസ്കാരമൊക്കെ എന്തായാലും ഉസ്താദ്, അതൊന്നും നിസ്കാരമല്ല, അത് എന്തെന്ന് വെച്ച് ഞാൻ. അപ്പോൾ അവൻ പറയാണ്, അലി റളിയല്ലാഹുവിൻ്റെ നിസ്കാരമല്ലേ നിസ്കാരം. അപ്പോൾ എനിക്ക് ചരിത്രം പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ ഇതേപോലെ യുദ്ധത്തിൽ കാലുമ്മൽ ഒരു അമ്പ് കയറി, തുളച്ച് കയറി. അങ്ങനെ അലി റളിയല്ലാഹുവിനെ പറഞ്ഞത് എന്താണ്, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ അമ്പ് നിങ്ങൾ വലിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ വലിച്ചെടുത്താൽ എനിക്ക് വേദന അനുഭവപ്പെടും. നിസ്കാരത്തിൽ ഞാൻ മുഴുവനും അള്ളാഹുലേക്ക് ലയിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് അമ്പ് വലിച്ചെടുക്കുന്ന വേദന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിലേക്ക് അത് കടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പറിച്ചെടുത്താൽ മതി എന്ന് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, സ്വഹാബത്തിന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ എന്ത് ചെയ്തു, വലിച്ചെടുത്തു. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞുതരാണ്, അതൊക്കെയാണ് നിസ്കാരം. എന്നിട്ട് അലി റളിയല്ലാഹു നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ അമ്പ് എടുത്തില്ലേ എന്ന്. അവരെടുത്തിട്ടുണ്ട്, പക്ഷേ വേദന ഒന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ ആ നിസ്കാരത്തിലാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു ചിന്തയില്ല, ഇതൊക്കെയാണ് നിസ്കാരം, നമ്മുടെ നിസ്കാരമൊന്നും നിസ്കാരമല്ല എന്ന്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അവരത്രയും വലിയ പദവിയിലാണ് എന്ന് വെച്ചിട്ട് ഫർളായ കാര്യം നമ്മൾ ചെയ്തേ പറ്റൂ. അലി റളിയല്ലാഹു നിസ്കാരം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ലെവലിലേക്ക് നമ്മുടെ നിസ്കാരം എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ആക്കണം. ഇനി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നിസ്കരിക്കാതിരിക്കണം എന്നതിൻ്റെ അർത്ഥം അല്ല. ഫർളായ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിസ്കാരമായാലും എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ നിസ്കാരം നമ്മൾ നിസ്കരിക്കണം. അത് അലി റളിയല്ലാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ മേലുള്ള ഫർളായ കാര്യമാണ് നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ആളുകളെ മുഴുവനും ഇവർ ചാക്കിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നടന്ന പിന്നെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്നൊക്കെ ശരീഅത്തിനെ പറ്റേ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും അത് പിന്നീട് ഇവർ അത് പ്രാവർത്തികമാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോടാണ് പറയാനുള്ളത്, പാട്ടും മറ്റ് കോലങ്ങളും മാത്രമല്ല, നമ്മൾ
ഈ ഒരു സൂഫി തസവുഫ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അധ്വാനം ഒരുപാടുണ്ട്. അവരൊക്കെ ആ അധ്വാനത്തിലൂടെയാണ് ഈ സൂഫി എന്ന പദവി അവർ നേടിയെടുത്തത്